പ്രിൻസിപ്പാൾ കൂടി തത്സമയം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കണം. ആജ്ഞ, അദ്ദേഹത്തോട് സംസാരിക്കാം. തീർച്ചയായിട്ടും രഞ്ജിത്ത്, കാരണം ഞാൻ മാഡത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. സ്കൂളിൻ്റെ ബൈലോ അനുസരിച്ച് തന്നെയാണ് അത് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെന്നാണ് മാഡം പറയുന്നത്. എന്തായാലും മാഡം, ഇത് നേരത്തെ ഒരുപാട് കാലമായി, അതായത് 30 വർഷമായി ആ ഒരു ബൈലോ ഫോളോ ചെയ്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഏത് സാഹചര്യത്തിലാണെങ്കിലും പരമായിട്ടുള്ള ഒരു ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂൾസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം സ്കൂളിനുണ്ട്. അത് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ട് മാനേജ്മെൻറ്റ് ഡിസിഷനുണ്ട് അത് ഈ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ 30 വർഷമായിട്ട് കുട്ടികൾ അംഗീകരിക്കുന്നതും പാരൻസ് അംഗീകരിക്കുന്നതും അവരോട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും. സ്റ്റിൽ നൗ ദർ ഈസ് നോ കംപ്ലയിൻറ്റ് ഫ്രം പേരൻസ്. അതായത് യൂണിഫോം എന്ന് പറയുമ്പോൾ മുടി ഇങ്ങനെ കെട്ടണം, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ യെസ്, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത്. പാൻറ്റ്, ഷർട്ട്, കോട്ട് ഫോർ ഗേൾസ്. കോട്ട് മുടി 2ആയിട്ട് പിന്നി റിബൺ ടൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ അതെ. ഇപ്പോൾ കുട്ടിയുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പറയുന്നത് വെച്ചാൽ 3-4 തവണ സ്കൂളിൽ നിന്ന്, അതായത് സ്കൂളിലേക്ക് ഹിജാബ് ഇടിയിപ്പിച്ച് വിടും, അത് ഇവിടെ വരുമ്പോൾ അഴിപ്പിക്കും. പിന്നെ ഒരു 3-4 തവണ ക്ലാസ്സിന് പുറത്ത് നിർത്തി ഇനി ഹിജാബ് ഇട്ട സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള ഇതിൽ അറിയിച്ചു എന്നാണ് സ്കൂളിൽ നിന്ന് അറിയിച്ചു എന്നാണ് ഇവരുടെ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അത് കുട്ടിയെ മാനസികമായി ബാധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ, അതായത് ടീച്ചേഴ്സിൻ്റെ ഇടപെടലൊക്കെ അത്തരം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ ആയിരുന്നു എന്നല്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരാതിയോ വല്ലതും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല നമുക്ക്. നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പാരൻ്റ് ഉൾപ്പെടെ കുട്ടിയോട് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അവർ അംഗീകരിച്ച് നമുക്ക് യെസ് പറഞ്ഞ കാര്യമാണിത്. ഇത് പിന്നീട് സംഘടനാപരമായി മാറിയതൊക്കെ എങ്ങനെയാണ്? ഒരു 4 മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ്, ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത്. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുട്ടി വന്ന് കയറുമ്പോൾ നമ്മൾ പാരൻസിനെ വിളിച്ചു. കുട്ടിയെ സേഫാക്കിയിട്ടാണ് നമ്മൾ പാരൻസിനെ വിളിച്ചത്. സംസാരിച്ചു, നമുക്കിങ്ങനെയാണല്ലോ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചതാണ്. സാറും ഓക്കെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പാരൻറ്റും നമ്മളോട് ഓക്കെ പറഞ്ഞതാണ്. ഞാൻ 1.5 hours കഴിഞ്ഞപ്പോൾ ഞാൻ വിളിക്കാം, തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു കോളും വന്നില്ല. നെക്സ്റ്റ് ഡേയിലും കുട്ടി ലീവാണ്. പിന്നീട് 10th കുട്ടി പിന്നെ ക്ലാസ്സിലോട്ട് വരുന്നത് സെയിം ആ ഒരു യൂണിഫോമിൽ. അപ്പോൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. കാരണം നമ്മുടെ ഭാഗത്തു നിന്നും കുട്ടിയെ നമുക്ക് പുറത്ത് വിടാൻ പറ്റില്ല. നമ്മൾ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസ് ഓഫ് എ ടീച്ചർ നമ്മൾ ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മൾ പാരൻറ്റിനെ വിളിപ്പിച്ചു. പാരൻറ്റിനോട് സംസാരിക്കുമ്പോൾ പാരൻറ്റ് പറയുന്നത് ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് പാരൻറ്റ് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ടീമിനെ 2-3 പേര്, നമുക്കറിയില്ല, അവർ ഉള്ളിലോട്ട് കയറി വരുന്നതും അവർ നമ്മളോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നതും. അത് വലിയ പ്രശ്നമാവുകയും ഇവിടുത്തെ കുട്ടികൾക്ക് പഠന അറ്റ്മോസ്ഫിയറിനെ ബാധിക്കും. ക്ലാസ് ടൈമിനാണ് ഈ ഒരു സംഭവിക്കുന്നത്. നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെയാണ്. ഉടനെ ഞങ്ങൾക്ക് സ്കൂളും എല്ലാം ക്ലോസ് ചെയ്യേണ്ടി വന്നു. മീൻസ് വിൻഡോസൊക്കെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. കുട്ടികൾക്ക് അത് അവരുടെ പഠനത്തിനെ ബാധിക്കുന്ന രീതിയിൽ, അത് പ്രഷർ കൊടുക്കുന്ന രീതിയിൽ ടീച്ചേഴ്സിനും ഉൾപ്പെടെ അത് വലിയൊരു ബുദ്ധിമുട്ടായിത്തീർന്നു. അത് അല്ലാതെ മതചിഹ്നങ്ങളോ മറ്റ് മതാചാരങ്ങളോ ഒന്നും ഫോളോ ചെയ്യുന്നതിന് സ്കൂൾ ബൈലോ തടസ്സമല്ല. നമ്മൾ യൂണിഫോമിറ്റി ആണ് പറയുന്നത്. യൂണിഫോമിറ്റി നമ്മുടെ സ്കൂളിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ രീതിയിൽ തന്നെ വരിക എന്നുള്ളതാണ്. അതാണ് രഞ്ജിത്ത്, യൂണിഫോമിറ്റിയിൽ ഉണ്ടാക്കുന്ന ഒരു ഇടപെടൽ മാത്രമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അതായത് മുടി ഉണ്ടെങ്കിൽ ഇരട്ട മുടി 2 വശത്തേക്ക് പിന്നെ റിബൺ കിട്ടണമെന്ന് തന്നെ സ്കൂളിൻ്റെ യൂണിഫോം, അതാണ് സ്കൂളിൻ്റെ യൂണിഫോമിൻ്റെ, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്കൂൾ യൂണിഫോം എന്നാണ് മനസ്സിലാക്കുന്നത്. പാൻറ്റും ഷർട്ടും കോട്ടുമാണ് പെൺകുട്ടികൾക്ക്. അതുപോലൊപ്പം ഈ ഹെയർ സ്റ്റൈലും അതിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രിൻസിപ്പാൾ നമ്മളോട് പറയുന്നത്. അത് ആദ്യത്തെ ഒരു 4 മാസം അവരത് ഫോളോ ചെയ്തിരുന്നു എന്നുള്ളത് കാര്യം കൃത്യമാണ്. ശേഷമാണ് ഹിജാബ് വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ, ഹിജാബ് ഇട്ട് സ്കൂളിൽ വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇടപെടലുണ്ടാകാം, മതപരമായ ഇടപെടലുണ്ടാകാം. അതിനുശേഷമായിരിക്കാം കുട്ടി അത്തരത്തിലൊരു ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. എന്തെങ്കിലും